ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. 1937 മുംബൈയിലായിരുന്നു ജനനം. മനുഷ്യത്വത്തിൻ്റെ, ഹ്യൂമാനിറ്റിയുടെ പ്രതീകം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഒരു മനുഷ്യായുസ്സിൽ ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ എത്രയോ ഇരട്ടി സത്കർമ്മങ്ങൾ ചെയ്ത വ്യക്തി. ഈ കഴിഞ്ഞ മാസം ഒക്ടോബർ 9 ഈ ഭൂമിയിൽ നിന്നും വിടവാങ്ങി. പക്ഷെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു ദീപമായി തെളിയുന്ന വ്യക്തി. ഇതിനകം ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലേ? വേറെ ആരുമല്ല, ടാറ്റ ഗ്രൂപ്പിന്റെ ഫോർമർ ചെയർമാൻ രത്തൻ നേവൽ ടാറ്റ. അദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഒരു അഭിമുഖ സംഭാഷണത്തിൽ അദ്ദേഹത്തോട് അവതാരകൻ ഒരു ചോദ്യം ഉന്നയിക്കുകയുണ്ടായി. ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷം ഏതായിരുന്നു എന്ന്. അതിന് അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: 4 രീതികളിലൂടെയാണ് ജീവിതം കടന്നുപോയത്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, സന്തോഷമുണ്ടാവുന്നത് ധാരാളം പണം സമ്പാദിക്കുമ്പോഴാണ് എന്നായിരുന്നു. ധാരാളം പണമെല്ലാം സമ്പാദിച്ച ശേഷം ആ സന്തോഷം അതിനെ സ്പർശിക്കാൻ കഴിഞ്ഞില്ല. രണ്ടാമതായി തോന്നി ധാരാളം സ്ഥലങ്ങൾ വാങ്ങുക എന്നുള്ളതാണ്. അപ്പം അതിനനുസരിച്ച് ധാരാളം സ്ഥലങ്ങളെല്ലാം വാങ്ങിക്കൂട്ടി. അപ്പോഴും ഈ സന്തോഷത്തെ അടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. മൂന്നാമതായി, ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ സ്റ്റീൽ കമ്പനിയുടെ ഉടമയാകണമെന്നായിരുന്നു. ആ സ്വപ്നവും സാക്ഷാത്കരിക്കപ്പെട്ടു. അപ്പോഴും സന്തോഷം പടിവാതിൽക്കൽ തന്നെയായിരുന്നു, അകത്തേക്ക് പ്രവേശിച്ചില്ല. ഒരു ദിവസം സുഹൃത്ത് വന്ന് അംഗവൈകല്യമുള്ള കുട്ടികൾക്ക് 200 വീൽ ചെയർ സ്പോൺസർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. പെട്ടെന്ന് തന്നെ അദ്ദേഹം ചെക്ക് ബുക്ക് എടുത്ത് സൈൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ അവർ പറഞ്ഞു, താങ്കൾ നേരിട്ട് തന്നെ അത് സമ്മാനിക്കണമെന്ന്. അത് പ്രകാരം നേരിട്ട് തന്നെ 200 വീൽ ചെയറും സ്പോൺസർ ചെയ്തു. നടക്കാൻ കഴിയാതെ, മൂവ്മെന്റ് ഇല്ലാത്ത ആ കുട്ടികൾ ചലിക്കുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിന് ഏറെ സന്തോഷം തോന്നി. എല്ലാം കൊടുത്തതിന് ശേഷം തിരിച്ച് വരാൻ മടങ്ങവേ ആരോ ഒരാൾ കാലിൽ പിടിക്കുന്നത് പോലെ തോന്നി. അപ്പൊ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു കുട്ടി പിടിച്ചിരിക്കുകയാണ്. വളരെ സ്നേഹപൂർവം അദ്ദേഹം കാലെടുക്കാൻ ശ്രമിക്കുമ്പോൾ ആ കുട്ടി ടൈറ്റായി പിടിച്ചിരിക്കുകയാണ്. അപ്പൊ അവനോട് ചോദിച്ചു, ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന്. അപ്പോൾ അവന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: നാം ഇനി സ്വർഗത്തിൽ കണ്ടുമുട്ടാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ മുഖം എനിക്ക് എൻ്റെ ഓർമ്മയിൽ നന്നായി പതിയണം. അതുകൊണ്ടാണ് ഈ മുഖം ഒന്നുകൂടെ കാണാൻ വേണ്ടിയാണ് ഞാൻ പിടിച്ചത് എന്ന് ആ ബാലകന്റെ ഉത്തരം അദ്ദേഹത്തിന് സന്തോഷം എന്താണ് എന്ന്, ആ അനുഭൂതി വളരെ വ്യക്തമായി മനസ്സിലായ ഒരു നിമിഷമായിരുന്നു. സമ്പാദിക്കുക എന്നുള്ളതല്ല, ഇതുപോലെയുള്ള സേവനങ്ങളാണ് സന്തോഷത്തിന് കാരണമെന്ന് നമുക്കും അദ്ദേഹം കാണിച്ചു തന്നിട്ടാണ് ഈ ഭൂമിയിൽ നിന്ന് പോയത്. ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകുമ്പോൾ നമുക്കും ഇതുപോലെ ചെറിയ കാര്യങ്ങളും എങ്കിലും ചെയ്ത് ആരുടെയെങ്കിലും മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടാൻ കഴിയുമെങ്കിൽ എന്ന് ആശിച്ചു പോവുകയാണ്. ആ വലിയ മനുഷ്യനെ നമസ്കരിച്ചുകൊണ്ട് ജ്യോതിഷത്തിലേക്ക്. നാം കർമ്മ സിദ്ധാന്തമാണ് നാം പറയുന്നത്. 3 പ്രക്രിയകളിലൂടെയാണ് മുൻജന്മമുണ്ട് നാം ഇപ്പോൾ ചെയ്യുന്ന രണ്ടാമത്തെ ഘട്ടം, മധ്യമഘട്ടം എന്ന് പറയാം. നമുക്ക് ഇനിയും ജനിക്കേണ്ടതായി ഉണ്ട്.
ഈ സത്യം, നാം മധ്യമഘട്ടത്തിലാണ് ജീവിക്കുന്നത് എന്ന സത്യം മനസ്സിലാക്കുമ്പോൾ ഈ സമൂഹത്തിലെ തിന്മകൾ കുറയുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം നമുക്കറിയാം, നമ്മുടെ ഈ പ്രവർത്തികൾ മൂലം നാം ഇനിയും ജനനം എടുക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജനനം എങ്ങനെയാവുമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ഇപ്പോഴുള്ള പ്രവൃത്തി മൂലമാണ് എന്ന് സത്യം അറിയുമ്പോൾ നമുക്ക് തെറ്റു ചെയ്യാൻ തോന്നുമോ? ഒരിക്കലുമില്ല, അല്ലേ? ത്രേതായുഗം, ദ്വാപരയുഗത്തിലെല്ലാം യജ്ഞത്തിനും യാഗത്തിനും ധ്യാനത്തിനുമെല്ലാമാണ് പ്രാധാന്യമെങ്കിൽ കലിയുഗത്തിൽ കർമ്മത്തിന് തന്നെയാണ് പ്രാധാന്യം. നമുക്ക് ഈ കർമ്മ സിദ്ധാന്തമായ DNA ആസ്ട്രോളജിയിലൂടെ നമുക്ക് സഞ്ചരിക്കാം. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് DNA ആസ്ട്രോളജിയിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. ഒരു ജാതകം കയ്യിലെടുക്കുമ്പോൾ ഈ 3 പോയിന്റാണ് നാം ശ്രദ്ധിക്കേണ്ടത്. വിധി, മതി, ഗതി എന്നാണ് ഈ 3 പോയിന്റിന്റെ പേര്. വിധി എന്ന് പറയുന്നത് ലഗ്നം ഏത് നക്ഷത്രത്തിലാണോ നിൽക്കുന്നത് എന്ന് ആദ്യം മാർക്ക് ചെയ്യുക. മതി എന്നാൽ വളരെ ലളിതമാണ്. നാം ചന്ദ്രനെയാണ് നോക്കേണ്ടത്. ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രം, അതായത് നമ്മുടെ ജന്മനക്ഷത്രം ഏതാണെന്ന് നോക്കുക, അത് മാർക്ക് ചെയ്യുക. ഗതി എന്നാൽ എന്താണ്? നമ്മുടെ മുന്നോട്ടുള്ള വഴിയാണ്. നാം എങ്ങനെയാണ് സഞ്ചരിക്കേണ്ടത് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കി തരുന്നതാണ് ഗതി. അപ്പൊ അത് ഏത് നക്ഷത്രത്തിലാണ്? ലഗ്നാധിപൻ എന്ന് പറയും. അപ്പൊ ലഗ്നത്തിന് ഒരു അധിപൻ ഉണ്ട് എന്നെല്ലാം നാം പഠിച്ചു കഴിഞ്ഞു. ഒരു മിഥുന ലഗ്ന ജാതകനാണെങ്കിൽ ലഗ്നാധിപൻ ബുധനായിരിക്കും. അപ്പൊ ആ ബുധൻ ഏത് നക്ഷത്രത്തിലാണ് നിൽക്കുന്നത് എന്ന് നോക്കുക. അപ്പൊ നമുക്ക് 3 നക്ഷത്രങ്ങൾ ലഭിക്കും. ഈ 3 നക്ഷത്രങ്ങളുമാണ് ഏത് കർമ്മയിലാണ് വരുന്നത് എന്ന് മനസ്സിലാക്കിയാൽ അതായിരിക്കും ആ വ്യക്തി. ഈ കർമ്മം എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്? മാതാവിന്റെയോ പിതാവിന്റെയോ വംശ പരമ്പരയിൽ നിന്ന് ഇത് നമുക്ക് വരാം. കർമ്മദോഷമായി നമുക്ക് വരാം. ഇല്ലെങ്കിൽ നാം പൂർവ ജന്മത്തിൽ ചെയ്തിട്ടുള്ള കർമ്മദോഷങ്ങളും ഇതിൽ ഉൾപ്പെടും എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു സംശയം നമുക്കുണ്ടാവും, അല്ലേ? പൂർവികർ ചെയ്തിട്ടുള്ള പാപം നാം എന്തിനനുഭവിക്കണമെന്ന്. നമ്മുടെ അച്ഛൻ സമ്പാദിച്ചു വെച്ച ഒരു 10 സെന്റ് സ്ഥലമുണ്ട്. ആ സ്ഥലം തെറ്റായ രീതിയിൽ സമ്പാദിച്ചതാണെങ്കിലും ആ സ്ഥലം വേണ്ടാന്ന് നമുക്ക് വെക്കാൻ കഴിയുമോ? ഒരിക്കലും ഇല്ല, അല്ലേ? അപ്പൊ അച്ഛന്റെ അല്ലെങ്കിൽ മുത്തശ്ശന്റെ സ്വത്തെല്ലാം നമുക്ക് വേണം. പക്ഷെ അവർ ചെയ്ത പാപങ്ങളുടെ ഭാരം നമുക്ക് ചുമക്കാൻ കഴിയില്ല. ഇതിൽ ന്യായമുണ്ടോ? ഒരിക്കലുമില്ല. അപ്പൊ പൂർവികർ ചെയ്തിട്ടുള്ള സത്പ്രവർത്തികളാണെങ്കിൽ വരും തലമുറയ്ക്ക് അത് ഗുണങ്ങളായും, പൂർവികർ ചെയ്ത പാപങ്ങളാണെങ്കിൽ അതും തീർച്ചയായും നമ്മെ തേടി വരിക തന്നെ ചെയ്യും. അതിന്റെ ആക്കം കൂട്ടുന്നത് എങ്ങനെയാണെങ്കിൽ നാം പൂർവജന്മത്തിൽ എന്തെങ്കിലും തെറ്റായ കർമ്മം ചെയ്യുമ്പോഴാണ് അതിന്റെ ആക്കം കൂടുന്നത് എന്ന് മാത്രം. നമുക്ക് വരും വീഡിയോയിൽ വിശദമായി ഗ്രഹങ്ങളെ കുറിച്ച്, ഈ കർമ്മ ദോഷങ്ങൾ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കാം. നന്ദി, നമസ്കാരം.